കെ.ആർ. മീരയുടെ ഘാതകൻ ഈ നോവലിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആ, കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂരിൽ തനിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീ, സത്യപ്രിയ, 44 വയസ്സ്, സ്വന്തം വീടിന് മുന്നിൽ വെച്ച് ഒരു അറ്റാക്ക്, അതിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെടുന്നു. ആ തുടക്കം തന്നെ ശ്രദ്ധേയമാണ്. ശരിയാണ്. ആ ഒരു തുടക്കം തന്നെ വായനക്കാരെ പിടിച്ചിരുത്തും. മാധ്യമങ്ങളൊക്കെ പറയുന്നതപ്പം ഇത് ആളുമാറി സംഭവിച്ചതാണെന്നാണ്. സാധാരണ അങ്ങനെയാണല്ലോ റിപ്പോർട്ട് വരാൻ. അതെ, പക്ഷെ പ്രശ്നം അതല്ല. അധികം വൈകാതെ രണ്ടാമതും ഒരു ശ്രമം നടക്കുന്നു. അപ്പോ സത്യപ്രിയയ്ക്ക് ഉറപ്പാവുകയാണ്, ഇത് യാദൃശ്ചികമല്ല, ആരോ ബോധപൂർവം തന്നെ കൊല്ലാൻ നോക്കുന്നു. അതൊരു ഭയങ്കര തിരിച്ചറിവായിരിക്കുമല്ലോ. ആ ഒരു പോയിന്റിൽ സത്യപ്രിയയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായും പേടിയുണ്ടാവും. അതേസമയം എന്താണ് നടക്കുന്നതെന്നറിയാനുള്ള ഒരു വാശി കൂടി വരും. ആ, മീഡിയ പറയുന്ന ആള് മാറിയതാ എന്ന തിയറി അത് പിന്നെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അവിടെയാണ് നോവലിന്റെ ഒരു സങ്കീർണത തുടങ്ങുന്നത്. ഇത് വെറുമൊരു ആരാണ് ഘാതകൻ എന്ന ചോദ്യം മാത്രമല്ല. അല്ല. കാരണം ഈ അറ്റാക്ക് അത് സത്യപ്രിയയുടെ ഓർമ്മയിലേക്ക് പഴയ ഒരു കാര്യം കൊണ്ടുവരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അച്ഛൻ പറഞ്ഞ ഒരു വാചകം. എന്തായിരുന്നു അത്? അവരും നിന്നെ കൊല്ലാൻ വരും. ഓ, അതൊരു വല്ലാത്ത മുന്നറിയിപ്പാണല്ലോ. അവരും എന്ന് പറയുമ്പോൾ അതാണ് ചോദ്യം. ആരാണ് ഈ അവർ?